അടുത്ത ഒരു വർഷം നമ്മൾ എങ്ങനെ പോകണമെന്നുള്ള മാസ്റ്റർ പ്ലാനാണ് ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം വരുന്ന കുട്ടികൾക്ക് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള വേയിൽ യൂണിഫോമിറ്റിയോട് കിട്ടുക. ഫുൾ എനർജി ഞങ്ങൾ ഇന്നത്തെ മീറ്റിംഗ് കൊണ്ട് ഫിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ എനർജി റിലീസ് ചെയ്യുന്നത് കമ്മിങ് അക്കാഡമിക് ഇയറിലായിരിക്കും. സോ എന്തുകൊണ്ടും സ്റ്റുഡൻസിന് അത് ബെനിഫിറ്റഡ് ആയിരിക്കും. ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? റെഡിയല്ലേ? മാത്സ് ടീം റെഡിയല്ലേ? ടീം ഫിസിക്സ് റെഡിയല്ലേ? ടീം കെമിസ്ട്രി റെഡിയല്ലേ? വിജയങ്ങളുടെ പര്യായമായി മാറിയ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഒരിക്കൽ കൂടി ചരിത്രം കുറിച്ചിരിക്കുന്നു. 2026 ജെയ്മെയിൻ ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിലെ ആദ്യ 5 റാങ്കുകൾ ഉൾപ്പെടെ ലക്ഷദ്വീപ് 1-ാം റാങ്കും വിദേശ രാജ്യങ്ങളിൽ പരീക്ഷ എഴുതിയവരിൽ 1-ാം സ്ഥാനവും ബ്രില്യന്റ് സ്വന്തമാക്കി. ഒരേ സമയം 3 1-ാം റാങ്കുകളുടെ തിളക്കത്തിൽ ബ്രില്യൻ കുടുംബം നിൽക്കുമ്പോൾ ആ വിജയത്തിനൊപ്പം അടുത്ത വലിയ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ിലെ അക്കാദമിക് സെഷനുകൾ പൂർത്തിയാക്കി വിദ്യാർത്ഥികളെ മോഡൽ പരീക്ഷകൾക്കായി സജ്ജരാക്കിയ ശേഷം ബ്രില്യന്റിന്റെ വിവിധ സെന്ററുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരും ഒത്തുചേർന്ന ഒരു മഹാസംഗമം ബ്രില്യന്റിന്റെ ഡയമണ്ട് ബ്ലോക്കിൽ നടത്തപ്പെട്ടു. പ്രവേശന പരീക്ഷകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൃത്യമായ പ്ലാനിങ്ങും എക്സിക്യൂഷനുമായിരുന്നു ഈ ഒത്തുചേരലിന്റെ പ്രധാന അജണ്ട. ബ്രില്യൻ ഡയറക്ടർമാരായ ജോർജ് സാർ, സ്റ്റീഫൻ സാർ, സെബാസ്റ്റ്യൻ സാർ, സന്തോഷ് സാർ എന്നിവർ അധ്യാപകരെ അനുമോദിച്ച് സംസാരിച്ചു. ഈ വർഷം കൃത്യമായി ക്ലാസുകൾ അവസാനിപ്പിച്ചതിലും ജെയ്മെയിൻസിൽ മികച്ച നേട്ടം കൈവരിച്ചതിലുമായിരുന്നു അഭിനന്ദനങ്ങൾ. ഒപ്പം വരാനിരിക്കുന്ന വർഷങ്ങളിൽ എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊണ്ട് എൻട്രൻസ് മേഖലയിലെ വിദ്യാഭ്യാസ നിലവാരം എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താമെന്നതിനെ കുറിച്ചും ബ്രില്യൻ ഡയറക്ടേഴ്സ് ദിശാബോധം നൽകി. സദസ്സിലിരുന്ന പ്രൊഫസർമാരുടെ സജീവമായ ഇടപെടലുകളും പുത്തൻ ആശയങ്ങളും മീറ്റിംഗിനെ കൂടുതൽ ക്രിയാത്മകമാക്കി. ഓരോ വിഷയത്തിന്റെയും സബ്ജക്ട് എക്സ്പേർട്ടുകൾ പ്രത്യേകം ഗ്രൂപ്പുകളായി തിരിഞ്ഞ് വരാനിരിക്കുന്ന വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ ചർച്ച ചെയ്തു. ലേറ്റസ്റ്റ് ജെയ്മെയിൻ പാറ്റേണുകൾ സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ട് കുട്ടികളുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാൻ ഓരോ സബ്ജക്ട് എക്സ്പേർട്ടുകൾക്കും നിർദ്ദേശം നൽകി. എല്ലാ വർഷങ്ങളിലെ പോലെ തന്നെയും തിയറി പഠനത്തിനൊപ്പം പ്രായോഗിക തലത്തിലുള്ള ചോദ്യങ്ങൾക്കും മുൻഗണന നൽകാൻ തീരുമാനമെടുത്തു. പാഠഭാഗങ്ങളെ ലളിതമായി അവതരിപ്പിക്കുന്നതിനോടൊപ്പം ഏറ്റവും പ്രയാസമേറിയ പ്രോബ്ലംസ് ഘട്ടം ഘട്ടമായി പരിഹരിക്കാൻ വേണ്ട പുതിയ ആശയങ്ങളും അതിനുള്ള പരിഹാരവും ചർച്ച ചെയ്തു. +1 +2 മുതൽ വിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ വാർത്തെടുക്കുന്ന ബ്രില്യന്റിന്റെ IIT എയിംസ് 2-ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലെ ഓരോ സബ്ജക്റ്റുകളും അതിനുവേണ്ട ദൈർഘ്യവും +1 +2 എൻട്രൻസ് പരിശീലനത്തെ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താമെന്നും ചർച്ചകൾ നടത്തി. ഓരോ സബ്ജക്ട് ഹെഡുകളും മീറ്റിംഗിൽ ഉരുത്തിരിഞ്ഞ പ്ലാനിങ്ങിനെ കുറിച്ചും അവ നടപ്പിലാക്കേണ്ട രീതിയെക്കുറിച്ചും വേദിയിൽ സംസാരിച്ചു. ശേഷം അതാത് സബ്ജക്റ്റിലെ എല്ലാ പ്രൊഫസർമാരും ഒരുമിച്ച് നിന്ന് 2027 അവരുടെ തയ്യാറെടുപ്പുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അറിവിന്റെ ലോകത്തെ ഈ മഹാസംഗമത്തെക്കുറിച്ച് ഓരോ പ്രൊഫസർമാരും ബ്രില്യൻ ടീമിനോട് പങ്കുവച്ചു. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് എൻറ്റയർ നമ്മുടെ കെമിസ്ട്രി ടീമാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ബ്രില്യൻ ടീം ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു സാർ? നമ്മുടെ ഈ ഒരു പ്രൊഫസേഴ്സ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ പുതിയ ആശയങ്ങളൊക്കെ എല്ലാവരും പങ്കുവച്ചില്ലേ?
ഞങ്ങളുടെ ഈ കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച കണ്ടതിലൂടെ ഭയങ്കര സന്തോഷമാണ്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ റെഡി സാർ. ഇന്നത്തെ ഒരു പുതിയ ആശയങ്ങൾ എല്ലാ വർഷങ്ങളിലും നമ്മൾ പുതിയ ആശയങ്ങളൊക്കെ രൂപീകരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രില്യന്റിന്റെ സക്സസ് എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് അറേഞ്ച്. എല്ലാവരും തമ്മിൽ ഒരുമിച്ച് കൂടാനും കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, എല്ലാം കൊള്ളാം. നല്ലൊരു പ്രോഗ്രാം. എന്താണ് ഇന്നത്തെ ഒരു പ്രോസസ് മീറ്റിനെ കുറിച്ച് പറയാനുള്ളത്? അടുത്ത വർഷത്തെ പ്രോഗ്രാം എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്തു. എല്ലാവരുടെയും അഭിപ്രായം കേട്ടു. ടൈമൊക്കെ നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്നു. സാറേ, കെമിസ്ട്രിയിൽ പൊതുവായിട്ട് ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങളും അതിലെ പ്രധാന മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് പറയാം ഈ വരുന്ന വർഷങ്ങളിൽ? എപ്പോഴും വരുന്ന എൻട്രൻസിൻ്റെ മാറ്റത്തെ ഉൾക്കൊണ്ട് മുന്നോട്ട് വന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു വർഷത്തേക്കുള്ള ബ്ലൂ പ്രിൻറ്റും അതുപോലെ ഇയർ പ്ലാനും ഒക്കെ ഞങ്ങൾ കൃത്യമായിട്ട് തയ്യാറാക്കിയതിന് ശേഷമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഏറ്റവും അടിപൊളി സെഷനായിരുന്നു. അതായത് കുട്ടികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ പാഠഭാഗങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ബ്ലൂ പ്രിൻറ്റെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ കണ്ടന്റ് ഡെലിവറി ചെയ്യാനായിട്ട് അടുത്ത വർഷം ഞങ്ങൾക്ക് സാധിക്കും. മാഡം, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ഒരു എൻറ്റയർ പ്രോഗ്രാം? പിന്നെ കുറച്ച് ടൈമിങ്ങിൻ്റെ ഒക്കെ സജഷൻസ് ഉണ്ടായിരുന്നു. ഇതിലെ സുവോളജി ബോട്ടണി പ്രൊഫസേഴ്സ് ടീമിനെയാണ് നിങ്ങളെല്ലാവരും ഈ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവരോടെല്ലാം ചോദിക്കാം. സാർ, ഇന്നത്തെ സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ഒറ്റവാക്കിൽ എക്സലന്റ്. എല്ലാവരെയും കാണാൻ പറ്റി, എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി. പിന്നെ അടുത്ത വർഷത്തെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ പുതിയ വർഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തെന്ന് പറയാം. എന്തൊക്കെ കാര്യങ്ങളാണ് സാർ നമ്മൾ ഇതിൽ ചർച്ച ചെയ്തത്? നമ്മുടെ അടുത്ത പ്രാവശ്യത്തേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, സ്റ്റഡി മെറ്റീരിയൽ ഡിസ്കഷൻ, പിന്നെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അതിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. ഓക്കെ, പുതിയ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തല്ലേ സാർ? അതിൽ എൻറ്റയർ ടീം എന്തൊക്കെയാണ് പറഞ്ഞത്? ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ എല്ലാവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പുതിയ ആൾക്കാരുമായിട്ടെല്ലാം പരിചയപ്പെടാനുള്ള ഇത് കിട്ടി. പിന്നെ സബ്ജക്റ്റ് വൈസ് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മിസ്, എന്താണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ എൻറ്റയർ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്? ഏറ്റവും ഗൗരവപരമായ, ഏറ്റവും ശാസ്ത്രീയമായ സിലബസ് അപ്ഡേഷൻ അനുസരിച്ചുള്ള നമ്മുടെ ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ ബേസ് ചെയ്തിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ വർഷവും വരുത്തേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ചർച്ചകളിലൂടെ അതിനെ ഒന്ന് ഫ്രെയിം ചെയ്ത് വയ്ക്കുക. അപ്പോൾ അടുത്ത വർഷം വരുന്ന കുട്ടികൾക്ക് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും സയന്റിഫിക് ആയിട്ടുള്ള വേയിൽ യൂണിഫോമിറ്റിയോട് കിട്ടുക. അത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു പ്രൊഫസേഴ്സ് മീറ്റിന്റെ ലക്ഷ്യം. ഓക്കെ, അപ്പം മിസ്സായിരുന്നു ബോട്ടണി ഡിപ്പാർട്ട്മെന്റിനെ മൊത്തത്തിൽ നയിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ മിസ്സിന് എന്ത് തോന്നുന്നു? ഇന്നത്തെ സെഷൻ എങ്ങനെയായിരുന്നു? പല സെന്ററുകളിലായിട്ട് വർക്ക് ചെയ്യുന്നവരെല്ലാവരും കൂടി ഒരുമിച്ച് കാണാൻ പറ്റി. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ്, അടുത്ത വർഷത്തെ റിപ്പീറ്റേഴ്സിന് എങ്ങനെയാണ് ഓരോ ചാപ്റ്ററുകൾക്കും അലോട്ടഡ് ടൈം കൊടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിച്ചു. നല്ലൊരു സെക്ഷനായിരുന്നു. ഓക്കെ, നമ്മുടെ സുവോളജി സെഷനെ നയിച്ചത് ജോസഫ് സാറാണ്. ജോസഫ് സാർ, എൻറ്റയർ ടീമിനൊപ്പമാണ്. എന്ത് തോന്നുന്നു? എന്തൊക്കെയായിരുന്നു ഇന്നത്തെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ? വളരെ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു. വളരെ എഫക്റ്റീവ് ആയിരുന്നു. അടുത്ത വർഷത്തേക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എല്ലാ സാരപരും ഒത്തൊരുമയോടെ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്തു. വളരെ എഫക്റ്റീവായിട്ട് അടുത്ത വർഷം കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ കുറച്ച് വിശ്വാസമുണ്ട്. ഓക്കെ സാർ, എന്താണ് ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്? എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു, പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിച്ചു. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നമ്മുടെ എല്ലാ ജില്ലയിലും ഉള്ള നമ്മുടെ ബയോളജിയിലെ എല്ലാ ആൾക്കാരും ഒരുമിച്ച് കാണാൻ പറ്റിയത് പലരെ അറിയത്തില്ല. അപ്പം പുതിയ ആൾക്കാരെ കുറേ പേരെ കാണാൻ പറ്റി. അതായിരുന്നു ഏറ്റവും വലിയൊരു കാര്യം. കണ്ടിട്ടില്ലല്ലോ എല്ലാവരെയും. അപ്പം കാണാൻ പറ്റിയതും പിന്നെ ഇപ്പം നമുക്ക് പരിചയപ്പെടാനും പറ്റി. അടുത്ത വർഷത്തേക്കുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു തീരുമാനങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാക്കാനും പറ്റി. അത് എന്താ പറയാനുള്ളത്? ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള, ഇത്രയും നിഷ്കളങ്കമായിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു മീറ്റിംഗ് ആണ് ഇന്ന്. എല്ലാ സാറുമാരും തമ്മിൽ ഊർജ്ജസ്വലമായ കുറേ ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾ പരമായിട്ട് കഴിഞ്ഞ വർഷങ്ങൾ ഉള്ളതിനേക്കാൾ ഏറെ ബെറ്ററായിട്ട് അടുത്ത വർഷം മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്ന് പുതിയതായിട്ട് അറിയാൻ പറ്റിയെന്നൊക്കെ പറയും. നിങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തതിൽ പ്രധാനമായിട്ട് ബിസിനസ് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്തായിരിക്കും? ഓരോ ചാപ്റ്ററിൻ്റെയും ടൈം അലോക്കേഷൻ അത് റിവൈസ് ചെയ്തതെല്ലാം വളരെ നന്നായിട്ടാണ് നടന്നത്. എല്ലാവരുടെയും ഓരോ ടീച്ചേഴ്സിൻ്റെയും അഭിപ്രായം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് വളരെ നന്നായിട്ട് നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഓരോ അധ്യയന വർഷം തുടങ്ങുമ്പോഴും ബ്രില്യൻ്റ് ഈ ഒരു പ്ലാനിനെ കുറിച്ച് എന്താ മിസ്സിന് പറയാനുള്ളത്? ഓരോ പ്രാവശ്യവും ഓരോ പ്രാവശ്യം ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും അത് ഓരോ വർഷം വരുമ്പോഴും അതിനൊരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹോൾ ഇയറിൽ നമ്മൾ നേരിട്ട പ്രശ്നങ്ങളും എല്ലാം ഇവിടെ പറയുമ്പോഴത്തേക്കും അത് നന്നായിട്ടുള്ള രീതിയിൽ തന്നെ അതിനൊരു ചേഞ്ച് വരുന്നുണ്ട്. അത് തന്നെയാണ് ഇത്ര വലിയൊരു ബ്രില്യൻ്റ് റിസൾട്ടിൻ്റെ പിന്നിലെ പ്രധാന കാരണം. അതെ അതെ. അപ്പം നമ്മുടെ ബ്രില്യൻ്റിലെ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അംഗങ്ങളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം ഏറ്റവും ആദരണീയരായ പ്രൊഫസേഴ്സ് ആൻഡ് റോയ് തോമസ് സാറാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട റോയ് സാർ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സെഷൻ? ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ജീവിതത്തിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ ഇങ്ങനത്തെ ദിവസങ്ങൾ. ഓക്കെ, അപ്പോൾ സാർ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു, തീരുമാനങ്ങൾ എടുത്തു. എല്ലാം നമുക്ക് നല്ലതിനായിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ വരുള്ളൂ. അത് തന്നെയാണ് നമ്മുടെ എക്സ്പീരിയൻസ്. യെസ് സാർ, അപ്പോൾ ഈ വരുന്ന വർഷത്തെ ചൈത്രയാത്രയെ കുറിച്ചുള്ള ഒരുപാട് പ്ലാനൊക്കെ ഈ മാത്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതേക്കുറിച്ച് പ്രധാനമായിട്ടും സാറിന് സ്ട്രൈക്ക് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അടുത്ത ഒരു വർഷം നമ്മൾ എങ്ങനെ പോകണമെന്നുള്ള മാസ്റ്റർ പ്ലാനാണ് ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരുന്ന അക്കാഡമിക് ഇയറിൽ ഒരു ഫോൾട്ട് പോലും വരാതെ, അല്ലെ ഒരു ക്വസ്റ്റ്യനിൽ പോലും ഒരു മിസ്റ്റേക്ക് വരാതെ
നമുക്ക് പ്രിപ്പയർ ചെയ്യാനും അതനുസരിച്ച് കുട്ടികളുടെ അടുത്ത് ഡെലിവർ ചെയ്യാനും ഉള്ള പ്ലാൻ നമ്മൾ ഈ വർഷം തന്നെ ഇന്ന് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാർ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ എങ്ങനെയാണ് എല്ലാ അധ്യാപകർക്കും ഉപകാരപ്പെട്ടത്? ഒന്ന്, ഞങ്ങൾ എല്ലാവരും പരിചയപ്പെട്ടു. കാരണം ആരും ഇത്രയും പേര് ഉള്ളെങ്കിൽ തമ്മിൽ അറിയില്ലായിരുന്നു. പിന്നെ നല്ല നല്ല സജഷൻസ് വന്നു. ഒത്തിരി പേര് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. എല്ലാവർക്കും അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, റെഡി. സാർ, അപ്പോൾ മനു സാർ, എന്താണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ സെഷനെ കുറിച്ച് പറയാനുള്ളത്? എങ്ങനെയുണ്ടായിരുന്നു ബ്രില്യൻ്റെ മാത്സ് സെഷൻ ടീമിൻ്റെ പവർ? എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങൾ ആക്ച്വലി പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേനും ദ മോസ്റ്റ് പവർഫുൾ തിങ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഞങ്ങളതിൻ്റെ എണ്ണത്തിൽ ഞങ്ങളിപ്പം കുറവായിരിക്കും, പക്ഷേ പവറിൽ ഞങ്ങൾ തന്നെയാണ് മുമ്പിൽ കേട്ടോ. അത് ജെയ്ഡ് റിസൾട്ട് ഒക്കെ വന്നിട്ട് കേരള ഫസ്റ്റ് മേടിച്ചു, ഔട്ട്സൈഡ് ഇന്ത്യ ഫസ്റ്റ് മേടിച്ചു, ലക്ഷദ്വീപ് ഫസ്റ്റ് മേടിച്ചു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ആഘോഷം കൂടിയായിരുന്നു. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ് നന്നായിട്ടൊന്ന് ആഘോഷിച്ചു. മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു. നമ്മൾ നല്ലൊരു വൈബ് മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അടുത്ത വർഷത്തേക്കുള്ള ഫുൾ എനർജി ഞങ്ങൾ ഇന്നത്തെ മീറ്റിംഗ് കൊണ്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ എനർജി റിലീസ് ചെയ്യുന്നത് കമ്മിങ് അക്കാഡമിക് ഇയറിലായിരിക്കും. സോ എന്തുകൊണ്ടും സ്റ്റുഡൻസിന് അത് ബെനിഫിറ്റഡ് ആയിരിക്കും. ഓക്കെ, ഒരുപാട് വർഷങ്ങളായിട്ട് ഇത്തരത്തിൽ നമ്മളിങ്ങനെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിൽ നിന്നൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇന്നത്തെ മീറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കൂടുതലും ഡിസ്കസ് ചെയ്തത് നെക്സ്റ്റ് ഇയറിലേക്ക് കുട്ടികൾക്ക് എന്ത് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും ഞങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിരുന്നു. എല്ലാ കുട്ടികൾക്കും എങ്ങനെ നല്ല റാങ്കിൽ മേടിക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുട്ടികളിലൂടെ വരുന്ന എല്ലാ കുട്ടികളെയും ഞങ്ങളൊരു JMAN IIT ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതാണ്. അതിൻ്റെ ചർച്ചകളാണ് ഞങ്ങളൊന്ന് മുഴുവൻ നടത്തിയത്. എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ മീറ്റിംഗ്. സാർ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നിങ്ങൾ എല്ലാവരും ഇത്ര അഭിമാനത്തോടെ നിൽക്കുന്നത്? ഗ്രാൻഡായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു സാർ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം? നല്ല പരിപാടിയായിരുന്നു. ഓക്കെ, ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വരും വർഷങ്ങളിലൊക്കെ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സൂപ്പർ പരിപാടിയായിരുന്നു എന്ന് അതിഗംഭീരമായിട്ട് എല്ലാവരുടെയും സജഷൻസ് ഞങ്ങൾ ആയിരുന്നു. കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചു എടുത്തു. ഓക്കെ, ഇത് എല്ലാ വർഷങ്ങളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വർഷം ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സജഷൻസ് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ. ഓക്കെ, നന്നായിരുന്നു, ഗംഭീരമായിരുന്നു. എന്താണ് ഇന്നത്തെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാൻ? അടിപൊളി പരിപാടിയായിരുന്നു. പല തീരുമാനങ്ങളും എടുത്തു. ഡയറക്ടേഴ്സായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ സജഷൻസ് ഉണ്ടായിരുന്നു, അതെല്ലാം സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടും കൺക്ലൂഡ് ചെയ്തു. അടിപൊളിയായിരുന്നു പരിപാടി. ഓക്കെ, സാർ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം പ്രോസസ്സ്? എല്ലാവരും ഒരുമിച്ചായിട്ട് നന്നായിട്ട് എല്ലാവരും സഹകരിച്ചു. നല്ല രീതിയിൽ ഒരു ദിവസം ഉണ്ടാകും. 2026 JMAN ആദ്യ സെഷൻ വിജയം ഒരു തുടക്കം മാത്രമാണ്. 2027 പ്രവേശന പരീക്ഷകളിൽ ഇതിലും വലിയ ചരിത്രം കുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബ്രില്യൻ ടീം. കൃത്യമായ ദീർഘവീക്ഷണവും വിട്ടുവീഴ്ചയില്ലാത്ത അക്കാദമിക് പ്ലാനിങ്ങും അധ്യാപകരുടെ കഠിനാധ്വാനവും ചേരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറയുന്നു. 42 വർഷത്തെ വിജയ വഴികളിൽ തളരാത്ത പോരാട്ടവുമായി എൻട്രൻസ് മേഖലയിൽ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാൻ ടീം ബ്രില്യന്റ് തയ്യാറായി കഴിഞ്ഞു.